കോൺഗ്രസ്സുകാരിപ്പോൾ ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവർക്ക് ഇവരുടെ പഴയ നേതാക്കന്മാരെ ഒന്നും അറിയത്തില്ല. ഇപ്പം BJP സമീപകാലത്ത് ചേറ്റൂർ ശങ്കരൻ നായരെ അങ്ങ് ഏറ്റെടുത്തു. അതിൽ കലിതുള്ളി നടക്കുകയാണ്. ഞങ്ങളുടെ നേതാവിനെ കൊണ്ടുപോയേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ വന്നാർ എന്ന് പറയുന്ന ഈ പുങ്കവന്മാർക്ക് ഈ ചേറ്റൂർ ശങ്കരൻ നായർ ആരാന്നറിയാം. ഞാൻ ഒരു സമയത്ത് ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്ടിലെ ഒരു ഫോൺ നമ്പർ ആരുടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ വിളിക്കുകയുണ്ടായി. ഇന്ദിരാഭവനിൽ വിളിച്ചപ്പോഴുള്ള അവർ പറഞ്ഞത് ഏത് ശങ്കരൻ നായർ എന്നൊക്കെ ചോദിക്കുന്നു. ചേറ്റൂർ ശങ്കരൻ നായർ അത് അറിയത്തില്ല, ഇവിടെ ആരുടെയും കയ്യിലില്ല, ആർക്കും അറിയത്തില്ല ശങ്കരൻ നായർ. എന്നാൽ പാലക്കാട് DCC ഓഫീസിൻ്റെ നമ്പർ തരൂ എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചപ്പോഴോ ഇല്ല, ഇവർ ആർക്കും അറിയത്തില്ല സാറേ, ഇതെന്താണ് ശങ്കരൻ നായർ, ഏത് ശങ്കരൻ നായരാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് ഫോൺ വെച്ചു. ഇവർക്കറിയില്ല പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് മങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്. ഇപ്പോൾ BJPക്കാർ ശങ്കരൻ നായരെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഉണർന്നു വരുന്നത്. ഈ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഈ വലിയ എഴുത്തും വായനയൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. എഴുത്തും വായനയെന്ന് പറയുന്ന ഒരു കാര്യമില്ല. പഴയ കോൺഗ്രസിൻ്റെ ചരിത്രം ഇവർക്ക് അറിയാമോ? അതും അറിയത്തില്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് പിരിച്ചുവിടേണ്ട കാലം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അപൂർവം ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, അല്പം വിവരമുള്ളവർ, എഴുത്തും വായനയൊക്കെ ഉള്ളവർ. ഇത്തരത്തിൽ ഈ ശങ്കരൻ നായരെ പോലുള്ള ഒരാളെ ഇവർക്ക് വേണ്ട തരത്തിൽ അവരുടെ പാർട്ടിയുടെ ഒരു മുഖമുദ്രയാക്കി നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് പണ്ട് മുതൽ തന്നെ ഏത് രീതിയാണ് അവലംബിച്ചു വരുന്നത്? നെഹ്റു കുടുംബം വിട്ട് കോൺഗ്രസ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? വരില്ല. ഇപ്പം ആരാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാര്? സോണിയ അമ്മച്ചിയുടെ പേര് പറയും, പിന്നെ രാഹുൽ ഗാന്ധി, പിന്നെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആ പെണ്ണുമ്പിള്ളയുണ്ടല്ലോ പ്രിയങ്ക ഗാന്ധി, ഇവരുടെ പേര് പറയും. പിന്നെ ആ പെണ്ണുമ്പിള്ളയുടെ ഭർത്താവിൻ്റെ പേരും പറയും, വധേര ഗാന്ധി എന്ന് പറയും. ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നതാണ് കോൺഗ്രസ്സുകാരുടെ സംസ്കാരം. ഇതിനപ്പുറം വേറെ അവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പറയും, ഇന്ദിരാഗാന്ധിയുടെ പേര് പറയും, രാഹുൽ ഗാന്ധിയുടെ പേര് പറയും. ഇതാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് കോൺഗ്രസ് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ മത്സരിച്ചത് മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരുമാണ്. ഈ മല്ലികാർജുൻ ഖാർഗെ ആരാ? മല്ലികാർജുൻ ഖാർഗെ പിന്നെ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന് പുറത്തുള്ളതാണ്, സമ്മതിക്കാം. പക്ഷേ സോണിയ അമ്മച്ചി പറയുന്നതിന് അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അതുപോലെ തന്നെ നിൽക്കുന്ന ആളാണ് പിന്നെ ഖാർഗെ. ചുരുക്കം പറഞ്ഞാൽ ഈ സോണിയ അമ്മച്ചിയുടെ വീട്ടിലെ കുശിനിക്കാരനാണ് മല്ലികാർജുൻ ഖാർഗെ. ഡോക്ടർ ശശി തരൂർ മത്സരിച്ചു. ഈ ശശി തരൂരിനെ എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്താക്കിയില്ല? ശശി തരൂരിൻ്റെ തലയിൽ ആൾതാമസമുണ്ട്, കാര്യവിവരമുണ്ട്. ഒരു MP എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തിന് പരാജയമാണ്, പക്ക പരാജയമാണ്. അത് മാറ്റി നിർത്താം. പക്ഷേ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എങ്ങനെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൽ തരൂരിന് ഒരു ധാരണയുണ്ടെന്നുള്ളതാണ്. വിശ്വപൗരനല്ലേ, ഡൽഹി നായരാണെന്ന് നമ്മുടെ പെരുന്നേലെ നായർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പക്ഷെ അങ്ങനെയുള്ളവരെ അംഗീകരിക്കാനായിട്ട് നെഹ്റു കുടുംബത്തിലെ ഈ പിന്നെ രാഹുൽ ഗാന്ധി ഒന്നും തയ്യാറാകത്തില്ല. രാഹുൽ ഗാന്ധി പറയുന്നതും സോണിയ ഗാന്ധി പറയുന്നതും അനുസരിച്ചല്ലേ ഖാർഗെ നിൽക്കുന്നത്. ഇപ്പൊ KC വേണുഗോപാൽ എന്താ? KC വേണുഗോപാൽ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ. ഈ നെഹ്റു കുടുംബത്തിൻ്റെ വലയത്തിനകത്തു നിന്ന് ഇവരാരും തന്നെ പുറത്തേക്ക് വന്നില്ല. ശശി തരൂരിനെ ഇവര് ഇറക്കിയിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ഉള്ള കോൺഗ്രസിന്റെ സീറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 10 സീറ്റ് കൂടുതൽ വാങ്ങിക്കാമായിരുന്നു. തരൂരിൻ്റെ കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടി നെഹ്റു കുടുംബത്തിൽ നിന്ന് പോകും എന്നിവർ നന്നായിട്ട് മനസ്സിലാക്കി.
അതുകൊണ്ട് ഇവർ കണ്ടെത്തിയതാര്? ഈ കോൺഗ്രസിലെ കുറെ കടൽ കിഴവന്മാരുണ്ടല്ലോ, ഈ മല്ലികാർജുൻ ഖാർഗെ. അതിനു മുമ്പ് കണ്ടെത്തിയതാരാണ്? രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെയാണ്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, രാജസ്ഥാൻ പോയല്ലോ. അശോക് ഗെഹ്ലോട്ടാണ്. അത് വേറൊരു കടൽ കിഴവനാണ്. ഈ അശോക് ഗെഹ്ലോട്ടിന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനമോട്ട് കളയാൻ വയ്യ. കക്ഷത്തിലിരിക്കുന്നത് പോകുകയും വരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. അവസാനം പാർട്ടി തന്നെ പറഞ്ഞു അങ്ങ് തന്നെ പോവുക, രാജസ്ഥാനിൽ തന്നെ ഇരിക്കുക. അങ്ങനെയാണ് മറ്റൊരു കടൽ കിഴവനായ ഖാർഗെയെ വിളിച്ചുകൊണ്ട് വന്ന് കുശിനിക്കാരനാക്കിയത്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായ അഭിപ്രായമോ പാർട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനോ ഒന്നും ഖാർഗെയ്ക്ക് അതിനുള്ള ത്രാണിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ നെഹ്റു കുടുംബത്തിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ സർദാർ പട്ടേൽ, വല്ലഭായ് പട്ടേല് എന്തുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചറിവില്ലാതായിപ്പോയി? ഇവിടെ ചെറ്റൂർ ശങ്കരൻ നായരുടെ കാര്യത്തിലും ഇവർക്ക് വേണ്ട തരത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് BJP പോലുള്ള ഒരു പാർട്ടി ശങ്കരൻ നായരെ വേണ്ട തരത്തിൽ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ പ്രഗത്ഭരായിരുന്നവരെ ഒരിക്കലും BJP നിരസിക്കുന്നില്ല. അവരെ അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ അധികാരത്തിന് വേണ്ടി ചാടിപ്പിടിച്ചു വരുന്ന കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല. ഇപ്പോൾ KV തോമസ് എന്ന് പറയുന്ന ഒരു MLA MP ഒക്കെ ആയിരുന്ന ഒരു പുങ്കവനാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ CPM-ന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡൽഹിയിൽ എന്തൊക്കെയോ അങ്ങ് റെഡിയാക്കി തരുന്നുണ്ട്. ഒരു ഉണ്ടംപൊരിയും ഉണ്ടാക്കിയില്ലെന്നുള്ളതാണ്. വെറുതെ അവിടെ സൂചിച്ചിരുന്ന് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് ഈ KV തോമസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന അധികാരത്തിന് വേണ്ടി ഈ ദാഹിച്ച് നടക്കുന്ന കടൽക്കിഴവന്മാരും കുറേ എണ്ണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. പഴയകാലത്ത് കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള അധികാരദാഹമൊന്നും ഇല്ലാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അവഗണിച്ചതെന്നുള്ളത് വ്യക്തമാണ്. കാരണം നെഹ്റു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. ഇന്നും എന്തുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായരെ അവരനുസ്മരിക്കുന്നില്ല? ഇത് തന്നെയാണ് കാരണം. നെഹ്റു കുടുംബത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമോ? കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് ഇദ്ദേഹത്തിൻ്റെ വസതിയിലെ ശവകുടീരത്തിൽ BJP-ക്കാർ വന്നാണ് പുഷ്പാർച്ചന നടത്തുകയും കൊടി കെട്ടുകയും ഒക്കെ ചെയ്തിട്ട് പോയത്. അവിടെ കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ അറിയില്ല എന്നുള്ളതാണ് സത്യം. ചേറ്റൂർ ശങ്കരൻ നായർ ആരാണ്, എന്താണ്, അദ്ദേഹം എന്തായിരുന്നു എന്നറിയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിവില്ല.